മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഏലിയ ശ്ലീവ മൂശ കാലസമുച്ചയത്തിലെ മൂശാകാലം 4-ാം ഞായറാഴ്ചയായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ പാഠം എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഏലിയ ശ്ലീവ മൂശ കാലസമുച്ചയത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിചിന്തന വിഷയമാണ് മരണശേഷമുള്ള കാര്യങ്ങൾ. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ എന്ന് തിരുസഭ പഠിപ്പിക്കുന്ന മരണം, വിധി, സ്വർഗം, നരകം എന്നീ ആശയങ്ങൾ ഈ കാലഘട്ടത്തിൽ ധാരാളമായി വിചിന്തനം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ പാഠം മരണശേഷമുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കുവാനുള്ള മാർഗവുമാണ്. സദുക്കായരോടും ഫരിസയരോടും ഈശോ നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ഈ കാര്യങ്ങൾ ഈശോ വിവരിക്കുന്നത്. എങ്കിൽ ആരാണ് ഈ സദുക്കായർ? ദാവീദ് രാജാവിൻ്റെ കാലത്തുള്ള സാദോക്ക് എന്ന പുരോഹിതൻ്റെ പിൻതലമുറക്കാരാണ് സദുക്കായർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈശോയുടെ ജനനത്തിന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപാണ് സദുക്കായർ ഒരു പ്രബലമായ സാന്നിധ്യമായി യഹൂദരുടെയും റോമാക്കാരുടെയും ഇടയിൽ മാറുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യ വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ സദുക്കായർ മരണശേഷമുള്ള പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ വിശ്വാസമനുസരിച്ച് മക്കളിലൂടെയാണ് അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ തുടർച്ച നിലനിർത്തുന്നത്. സന്താന പരമ്പരകളുടെ ഓർമ്മകളിലാണ് അവർ മരണാനന്തരം ജീവിക്കുന്നത്. അവർക്ക് മുൻപേ മരിച്ചുപോയവരോടൊപ്പം മരണനിദ്ര പ്രാപിക്കുന്നതാണ് നിത്യശാന്തി. ഈ ലോക ജീവിതകാലത്ത് ഉണ്ടാകുന്ന സുഖങ്ങളും സന്താനങ്ങളും സമ്പത്തുമായിരുന്നു അവരുടെ സൗഭാഗ്യം. മരണശേഷമുള്ള ഒരു ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, താത്വികമായി നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അഥവാ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നത് സദുക്കായരെ കൊണ്ട് ചെന്നെത്തിച്ചത് പണക്കൊതിയിലും ലൗകിക സുഖഭോഗങ്ങളിലുമാണ്. പേരും പ്രശസ്തിയും അധികാരവും അവരുടെ പരമമായ ലക്ഷ്യമായി തീർന്നു. ഈശോയുടെ ജീവിതകാലത്ത് ജെറൂസലേം ദേവാലയം നിയന്ത്രിച്ചിരുന്നവരും ഭരണ സംവിധാനമായ സെൻഹെദ്രിൻ നിയന്ത്രിച്ചിരുന്നതും പണക്കൊതിയന്മാരായ സദുക്കായരായിരുന്നു. ഇവരുടെ നിയന്ത്രണത്തിലുള്ള ദൈവാലയത്തിലെയാണ് ഈശോ കച്ചവട സ്ഥലമെന്നും കള്ളന്മാരുടെ ഗുഹ എന്നും വിളിച്ച് ചാട്ടവാറെടുത്ത് ശുദ്ധീകരിച്ചത്. ഇവരാണ് പണം കൊടുത്ത് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് ഏർപ്പാടാക്കിയതും പണം കൊടുത്ത് പട്ടാളക്കാരെ കൊണ്ട് ഈശോയുടെ മൃതശരീരം ശിഷ്യന്മാർ രാത്രിയിൽ മോഷ്ടിച്ചു എന്ന് പറയിച്ചതും. മരണാനന്തര ജീവിതം നിഷേധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്, പ്രത്യാഘാതങ്ങളാണ് പണത്തിൽ ആശ്രയിക്കുക, പണം കൊണ്ട് എന്തും ചെയ്യാമെന്ന് കരുതുക, പണം ഉണ്ടാക്കുവാൻ ഏത് മാർഗവും ഉപയോഗിക്കുക, ലൗകിക സുഖഭോഗങ്ങൾ മുഴകുക എന്നത്. ഈ യാഥാർത്ഥ്യത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് സദുക്കായർ. സന്താന പരമ്പരകളിലൂടെ അവരുടെ ഓർമ്മകളിലൂടെയും നിത്യമായി ജീവിക്കുക എന്ന സദുക്കായരുടെ മരണാനന്തര ജീവനെക്കുറിച്ചുള്ള ചിന്തയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ, ഒരേ സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആദ്യ ഭർത്താവിനു വേണ്ടി അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഗർഭം ധരിച്ച് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന ആചാരത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ സദുക്കാരുടെ ചോദ്യം കുസൃതി ചോദ്യമാകുന്നത് അവർ വിശ്വസിക്കാത്ത മരണശേഷമുള്ള ഉത്ഥാനത്തെ സദുക്കായ ആചാരത്തോട് കൂട്ടിക്കെട്ടുമ്പോഴാണ്. 7 തവണ വിവാഹം ചെയ്ത സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിത്തീരും എന്ന വാൽക്കഷ്ണം ഈശോയെ പരീക്ഷിക്കുവാനായിരുന്നു. അതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ട് മരണാനന്തര ജീവിതത്തെയും നിത്യതയെയും കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്നുണ്ട്. ഒന്നാമതായി ഈശോ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത് പുനരുത്ഥാനത്തിൽ വിവാഹമില്ല എന്നുള്ളതാണ്. വിവാഹബന്ധങ്ങളോ വൈവാഹിക സുഖങ്ങളോ ഇല്ലാത്ത ഒരു മരണാനന്തര ജീവിതമാണ് ഈശോ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതര മതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരണാനന്തര ജീവിതമാണിത്. വിവാഹമില്ലാത്ത മരണാനന്തര ജീവിതം എപ്രകാരമായിരിക്കുമെന്നും ഈശോ തുടർന്ന് വിവരിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, അവർ മാലാഖമാരെ പോലെ ആയിരിക്കും എന്ന്. മാലാഖമാർക്ക് മനുഷ്യരെ പോലെ ശരീരമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഇല്ല. അവർക്ക് സ്ഥലകാല പരിമിതികളോ വേദനകളോ വികാരങ്ങളോ വിശപ്പോ ഇല്ല.
എപ്പോഴും ദൈവികമായ ശാന്തിയും ആനന്ദവും അനുഭവിക്കുന്ന അവർ അരൂപികളാണ്. എപ്പോഴും ദൈവ സന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവസ്തുതികൾ ആലപിക്കുകയും ദൈവഹിതം നിറവേറ്റുകയുമാണ് അവരുടെ കർത്തവ്യം. മരണാനന്തരം മനുഷ്യരും മാലാഖമാരെ പോലെയാകും എന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ ഈശോ നിയമത്തിൽ വ്യക്തതയില്ലായിരുന്ന, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യതയും വ്യക്തതയും ഇല്ലായിരുന്ന മരണാനന്തര ജീവിതത്തിന് വ്യക്തത നൽകുന്നതോടൊപ്പം പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന സദുക്കായരെ തിരുത്തുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരികയും സ്വർഗത്തിൽ നമുക്കായി ഇടം തയ്യാറാക്കാൻ സ്വർഗത്തിലേക്ക് തന്നെ തിരികെ പോവുകയും നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വീണ്ടും വരാനിരിക്കുന്നവരുമായ ദൈവം നിത്യനാണെന്ന് ഈശോ തുടർന്ന് പഠിപ്പിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മരണമില്ല, ദൈവം നിത്യനാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അബ്രാഹം മരിച്ചു, എന്നാൽ അബ്രാഹത്തിന് ദൈവം ജീവിക്കുന്നു. ഇസഹാക്ക് മരിച്ചു, എന്നാൽ ഇസഹാക്കിൻ്റെ ദൈവം ജീവിക്കുന്നു. യാക്കോബ് മരിച്ചു, എന്നാൽ യാക്കോബിൻ്റെ ദൈവം ജീവിക്കുന്നു. അബ്രാഹവും ഇസഹാക്കും യാക്കോബും ആരാധിച്ചത് ഒരേ ദൈവത്തെയാണ്. എന്ന് വെച്ചാൽ ദൈവം അനശ്വരനും നിത്യനുമാണ്. എന്നാൽ മനുഷ്യൻ നശ്വരനും അനിത്യനുമാണ് എന്ന വലിയ സത്യം ഈശോ അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന ആ പ്രയോഗത്തിലൂടെ, പഴയ നിയമത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ചു കാണുന്ന പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നിത്യനായ ദൈവം നിത്യമായ ജീവൻ മനുഷ്യന് നൽകാനാണ് മനുഷ്യനായി അവതരിച്ചത്. തൻ്റെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹത്തിലൂടെയും ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയും ആണ് നാം ആ നിത്യത നേടിയെടുക്കുക. കാണപ്പെടുന്ന സഹോദരനിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് സ്നേഹിക്കുന്നതിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്കും ആ നിത്യത നേടിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ദേവമിത്രയച്ചൻ.